ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പുതുതായിട്ട് ഒരു അതിഥി വന്നേ. പൂച്ച സാറ് ഭയങ്കര ഡിമാൻഡുള്ളൊരു പൂച്ചയായത്. നമ്മളുമായിട്ട് അത്ര അധികം അടുക്കുന്ന ഒരു പൂച്ചയൊന്നുമല്ല. 3 ആഴ്ചയായിട്ട് ഞാൻ ശ്രമിക്കും ഒന്ന് അടുക്കാൻ വേണ്ടി. പക്ഷേ അവൻ ഫുഡ് കഴിയുന്ന സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും, ഇങ്ങനെ കിടന്ന് കരയും. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക തരം വെറൈറ്റി പൂച്ചയായത്. ഇതുവരെ ഇവന് പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഒരു പേരിടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് പറ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ വന്നപ്പം അതവ അറിഞ്ഞു. അപ്പം അങ്ങനെ അവൻ കിടന്ന് കരയുന്നതായത്. എപ്പോഴും അവന് ആദ്യം ഫുഡ് കൊടുത്തിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയൊന്നും അവൻ കഴിക്കത്തില്ല. അവന് പ്രത്യേകതരം കുറച്ച് ശീലങ്ങളൊക്കെ ഉള്ളൊരു പൂച്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ദോശ ഉണ്ടാക്കി അവന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മളിപ്പം വന്നു കഴിഞ്ഞിട്ട് അവനെ തൊടാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലൊന്നും അവൻ അടുക്കത്തൊന്നുമില്ല. അവനങ്ങ് പോവും. അങ്ങനെ തൊടുന്നതൊന്നും അവന് ഇഷ്ടമല്ല. തൊടാനോ അല്ലാതെ വായിൽ വെച്ച് ഫുഡ് കൊടുക്കാനോ അതിനൊന്നും നിൽക്കത്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നതായിട്ടോ അങ്ങനത്തെ ഉള്ളൊരു പൂച്ചയൊന്നുമില്ല. ഫുഡിൻ്റെ സമയമാകുമ്പോൾ വരും, കഴിക്കും, പോവും, അത്രയേ ഉള്ളൂ. അത് ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കഴിക്കത്തുമില്ല. എപ്പോഴും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് അനുസരിച്ചേ ഫുഡ് കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എത്ര ഫുഡ് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും അവൻ കഴിക്കാറുമില്ല. അങ്ങനെ പല പല തന്ത്രങ്ങളുള്ളൊരു പൂച്ചയാണിത്. ഈ പൂച്ച സാറിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം കേട്ടോ. എന്നാൽ പിന്നെ ശരി, ഓക്കെ, ബൈ.